ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു റാണീസ് ടാരോ ഹീലിംഗ് ചാനൽ. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഡിവൈൻ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നോക്കുക കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ജഡ്ജ്മെൻ്റ് ഉണ്ട്, 9 ഓഫ് വാൻഡ്സ് ഉണ്ട്, 10 ഓഫ് കപ്സ് ഉണ്ട്, 9 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, പേജ് ഓഫ് കപ്സ് ഉണ്ട്, പിന്നെ 7 ഓഫ് സോൾസ് ഉണ്ട്. നമുക്ക് റീഡിങ് നോക്കാം. ഇവിടെ നോക്കുമ്പോഴേക്കും നിങ്ങൾ പുതിയൊരു ജീവിതം വളരെ ആർഭാടപൂർവമായിട്ട് തന്നെ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചിലർക്ക് ലവ് മാരേജ് ഒക്കെ നടന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വളരെയധികം സന്തോഷത്തിലാണ് നിങ്ങളൊരു പുതിയ ജീവിതത്തിലോട്ട് കടന്നു വന്നെന്നുള്ള എനർജിയാണ് ഇവിടെ കണക്റ്റ് ആവുന്നത്. പിന്നെ ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെയോ കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു. പലരുമായിട്ടും ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒരുപാട് സർവൈവ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളും ഫൈറ്റ് ചെയ്ത് നിന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങളുടെ അവിടെ റിലേറ്റീവ്സോ അങ്ങനെ ഫ്രണ്ട്സോ അങ്ങനെ ആർക്കോ കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങളെ ചിലര് ഈ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങൾ ആ വീട് മാറിയതായിട്ടും കാണുന്നുണ്ട്. പലരും വീട് മാറിയതായിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോൾ പിടിച്ചു നിന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഇപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഈ ഫേസ് കാണുമ്പോഴേക്കും നിങ്ങൾക്കറിയാം അത് എന്താണ്, എപ്പോൾ വേണം വീണ്ടും ആക്രമണം ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അറ്റാക്ക് വരും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പേടിച്ചാണ് നിൽക്കുന്നതെന്ന് കാണുന്നുണ്ട്. എന്നാലും നിങ്ങൾ പൊരുതി തന്നെയാണ് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് വന്നാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പലരും ഇവിടെ മിക്കവാറും എല്ലാവരും ഈ വീട് മാറിയതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു അടിപൊളി ലൈഫ് തന്നെയാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് തന്നെയാണ് നിങ്ങളെ അങ്ങോട്ട് കാത്തിരിക്കുന്നത്. കുട്ടികളുമായിട്ടുള്ളൊരു ജീവിതം, പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള പാർട്ട്ണറുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കുടുംബത്തിൽ പലവിധ സെലിബ്രേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പഴയ നീരസങ്ങളും അതും ഇതൊക്കെ ഒന്ന് മാറുന്നതിൻ്റെ എനർജിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബണ്ടൻസ് ധാരാളം നിങ്ങൾക്ക് വരുന്നുണ്ട്. പുതിയ വീടൊക്കെ വാങ്ങാനുള്ളൊരു സാഹചര്യമൊക്കെ ഇവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ധാരാളം അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടെന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യലി വളരെയധികം സ്റ്റേബിൾ ആണെന്നാണ് കാണുന്നത്. പാർട്ട്ണറായിട്ട് നല്ല രമ്യതയിൽ തന്നെ പോകുന്നുണ്ട്. വളരെ ഹാപ്പിയാണ് നിങ്ങളിവിടെ, വളരെ സ്റ്റേബിളാണ്, കാമാണ്. നിങ്ങൾ വളരെയേറെ സന്തോഷമായിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, പാർട്ട്ണറുമായിട്ടൊരു ചെറിയ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരുന്നതിന് ഒരു സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പരസ്പരം ഇവിടെ കൃത്യമായിട്ട് സംസാരിച്ച്, എന്ന് വെച്ചാൽ പരസ്പരം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണോ പറയാനുള്ളത് അത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ സംസാരിക്കണം എന്നുള്ളൊരു പ്രത്യേക ഒരു മെസ്സേജ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊഴികെ ബാക്കി പ്രോബ്ലം ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് പക്വതക്കുറവ്, രണ്ടുപേർക്കും പക്വതക്കുറവിൻ്റെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇവിടെ കുറവുള്ളത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നല്ല പോസിറ്റീവ് തന്നെയാണ്. പിന്നെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് സന്തോഷിച്ച് ജീവിക്കുമ്പോഴേക്കും പുതിയൊരു പാർട്ടി, അതായത് പഴയ റിലേറ്റീവ്സിനെയോ ഫ്രണ്ട്സിനെയോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇടപെടാൻ സമ്മതിക്കാതിരിക്കുക. കാരണം അവരുടെയൊക്കെ അവരുടെയൊക്കെ അഡ്വൈസിന് നിങ്ങൾ മുഖവില കൊടുത്താൽ നിങ്ങളുടെ ജീവിതം തന്നെയാണ് അവര് ഇടയ്ക്ക് കയറി കളിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കാൻ നോക്കുക. മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഇത് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടപെടൽ അതൊന്ന് ഒഴിവാക്കുക. അത് മാത്രമേ ഉള്ളൂ. നല്ല പോസിറ്റീവായിട്ടുള്ള ഇത് തന്നെയാണ്, നല്ലൊരു റീഡിങ് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കുറച്ചൊന്ന് സഫർ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല അബണ്ടൻസ് ആയിട്ടുള്ള ലൈഫ് തന്നെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതും നിങ്ങൾ അതിൽ തന്നെയാണ് കഴിയുന്നതും. പലരും പല സാധനങ്ങളും മേടിക്കുന്ന, വീട്, കാറ്, ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫൊക്കെ നിങ്ങൾ മേടിക്കുന്നതായിട്ടും അങ്ങനെ തന്നെ പോകുന്നതായിട്ടും ഒക്കെ തന്നെയാണ് കാണിക്കുന്നത്. വളരെ സന്തോഷമായിട്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതും. നന്നായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.